അപ്പോൾ പ്രചാരണത്തിനിടെ മിന്നായം പോലെ വരുന്ന സംഭവങ്ങളിലേക്കാണ് വെടിക്കെട്ട് കക്ഷികളെ കുറിച്ച് എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതാ മിന്നൽ. വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ അവിടെ രാഹുൽ ഗാന്ധി ഒരുക്കങ്ങൾ നടത്തുമ്പോൾ നിരാശയുള്ള ഒരാൾ എരുമേലിയിലുണ്ട്. മറ്റാരുമല്ല, അതും രാഹുൽ ഗാന്ധി തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിച്ച് 2000 വോട്ട് നേടിയ അതേ രാഹുൽ ഗാന്ധിയുടെ അപരൻ ഇത്തവണ എരുമേലിയിൽ നാടൻ പാട്ടിൽ ഗവേഷണം നടത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കാണ് കാരണം. കറുത്ത ദൈവത്തെ കൊല്ലണ തമ്പ്രാന്റെ ദൈവം കുഞ്ഞോളെ കൊല്ലാണ്ടിരിക്കുമെന്നാരത് കണ്ടു. എരുമേലി മുട്ടപ്പള്ളിയിലെ ഒരു മലയോര മേഖലയിലിരുന്ന് രാഹുൽ ഗാന്ധി ഒരു നാടൻ പാട്ട് പാടുകയാണ്. കുഞ്ഞോളെ കൊല്ലണ ദൈവത്തെ നമ്മക്കും കൊല്ലാം. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ പേരിനൊപ്പം തിളങ്ങിയതാണ് എരുമേലിക്കാരൻ രാഹുൽ ഗാന്ധിയുടെ പേരും. എന്നാൽ ഇത്തവണ ആ യോഗമില്ല. കഴിഞ്ഞ വർഷം മത്സരിച്ച ഇലക്ഷൻ്റെ വരവ് ചെലവ് കണക്കുകൾ സബ്മിറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷൻ അയോഗ്യത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്തവണ വയനാട്ടിൽ മത്സരിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. കോൺഗ്രസുകാരനായ മുട്ടപ്പള്ളി സ്വദേശി കുഞ്ഞുമോൻ തന്റെ മക്കൾക്ക് പ്രിയ നേതാക്കളുടെ പേര് നൽകി. മൂത്തവൻ രാഹുൽ ഗാന്ധി, ഇളയവൻ രാജീവ് ഗാന്ധി. എന്നാൽ അച്ഛന്റെ നേർവിപരീത രാഷ്ട്രീയ ചേരിയിലായിരുന്നു മകൻ. രാഹുൽ ഗാന്ധി നല്ലൊരു നേതാവാണ്. പക്ഷേ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ഏറ്റവും സേഫ് സോണായ വയനാട്ടിൽ പോലുള്ള പ്രദേശത്ത് വന്ന് മത്സരിക്കേണ്ട ഒരാളാണോ? അങ്ങനെ ഒരു മത്സരിക്കേണ്ട ആളല്ല. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഇപ്പം BJPക്കെതിരെയുള്ള നിലപാടുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഐക്യദാർഢ്യം തീർച്ചയായിട്ടും പ്രഖ്യാപിക്കും. പക്ഷേ ഇതല്ലല്ലോ. ആനി രാജയാണല്ലോ അവിടെ ജയിക്കേണ്ടത്. ആനി രാജ രാവിലത്തെ 8 മണിക്ക് തന്നെ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇത്രയും പറയുന്ന വുമൺ എംപവർമെൻറ്റുമായി ബന്ധപ്പെട്ടല്ലേ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയായി നിൽക്കുന്ന വ്യക്തിത്വം വയനാട്ടിൽ ജയിക്കേണ്ടതാണ്. രാഹുൽ ഗാന്ധി കാര്യവട്ടത്ത് നാടൻപാട്ടിൽ PhD ചെയ്യുകയാണ് ഇപ്പോൾ. ഒപ്പം തുടി എന്ന സ്വന്തം നാടൻപാട്ട് സംഘത്തിന്റെ കലാപരിപാടികളുമുണ്ട്. ഞാനാരുടെ മണ്ണിനും പെണ്ണിനും വന്നവനല്ല തിന്താരാ, ഞാനൊരു പറക്കളി പറ്റ പറമകനാണേ തിന്താരാ. രതീഷ് മാടമ്പശ്ശേരിക്കും സഞ്ജയ് ഇക്ബാലിനുമൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. വിജയകുമാർ, രാഹുൽ ഗാന്ധി ആനി രാജ 8 മണിക്ക് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാഹുൽ ഗാന്ധി. അതെ, അതാണ് നമ്മൾ ഇപ്പോൾ എരുമേലി രാഹുൽ ഗാന്ധിയെ കണ്ടത്. പാട്ടുപാടുന്ന രാഹുൽ ഗാന്ധി, നാടൻ പാട്ടിൽ ഗവേഷണം നടത്തുന്ന രാഹുൽ ഗാന്ധി. ചിലർക്കാരനല്ല. അവരുടെ വീട്ടില് രാഹുൽ ഗാന്ധിയുടെ ബ്രദർ രാജീവ് ഗാന്ധിയുടെ നിലപാട് എന്താണാവും വയനാട്ടിലെ കാര്യം? അതുകൂടെ ചോദിക്കാൻ പറ്റില്ല അല്ലേ? ചോദിക്കണം, അടുത്തവണ ചോദിക്കാം. എന്തായാലും വീട്ടിൽ പൊരിഞ്ഞ രാഷ്ട്രീയ പോരാണ് എന്ന് വേണം. അങ്ങനെ വെച്ചാൽ ആരോഗ്യകരമായ രാഷ്ട്രീയ മത്സരം അവിടെ ഉണ്ടാവും ആ വീട്ടിൽ അല്ലേ? ഈ അപരന്മാർ, ഈ സംഭവം അതായത് എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കാണുന്നതാണ് അപരന്മാരെ. ഈ അപരന്മാര് ഇത്തവണ വലിയ പ്രശ്നം ഉണ്ടാക്കും ചില മണ്ഡലങ്ങളിൽ നോക്കിയാണ് പറയുന്നത്. കാരണം ഇത്തരം പേരുകൾ, രാഹുൽ ഗാന്ധി എന്ന പേര് കഴിഞ്ഞ തവണ അത് വലിയ ചർച്ചയായതാണ്. അതുകൊണ്ടാണ് ഇത്തവണയും അദ്ദേഹം വാർത്തയിൽ ഇടം പിടിച്ചത് അല്ലേ? ജോയ്സ് ജോർജിന്റെ ഒരു അപരനുണ്ട്, അത് കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു. ഇനി ആ അപരൻ നോമിനേഷൻ കൊടുക്കും എന്നാണ് കേട്ടത്. പക്ഷെ ആരും നിർബന്ധിച്ചിട്ടല്ല മത്സരിക്കുന്നത് എന്നൊക്കെയുള്ള വിശദീകരണം വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്കറിയില്ല അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.